ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മിസ്റ്റർ പരമേശ്വരൻ, പ്രിയങ്ക കേസ് അന്വേഷണം ഞാൻ അവസാനിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ പ്രിയങ്കയെ കൊന്നവരാരാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവുമല്ലോ? ഉണ്ട് സാർ. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ ഷോക്കാണ് പ്രിയങ്കമ്മളുടെ മരണം. ഓക്കെ, കണിമംഗലത്ത് നിന്ന് പുറത്തു കിടക്കാൻ ആഗ്രഹിച്ച പ്രിയങ്ക ഈ വീട്ടിൽ നിന്നും തന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് വരുത്തി തീർക്കാനായി കുറച്ച് ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തു. അവരുടെ സഹായത്തോടെ ഇവിടെ നിന്നും പുറത്തിറങ്ങിയ പ്രിയങ്ക താൻ രക്ഷപ്പെട്ടു എന്ന് കരുതുമ്പോ മറ്റൊരു കൂട്ടർ അവരെ ഫോളോ ചെയ്തു. അവളെ യഥാർത്ഥത്തിൽ തട്ടിക്കൊണ്ടുപോയി. ആ ഗുണ്ടകളും അവരെ ഏർപ്പാടാക്കിയ ആളുകളുമാണ് പ്രിയങ്കയ്ക്ക് സംഭവിച്ച ഈ ദുരന്തത്തിന് പിന്നിൽ. പ്രിയങ്കയെ യഥാർത്ഥത്തിൽ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവരെ ഏർപ്പാടാക്കിയ, അവരെ കൊണ്ട് കൊലപാതകം ചെയ്യിച്ച അയാളെയാണ് ഇനിയും പിടികിട്ടാനുള്ളത്. അയാളെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ എടുക്കാമല്ലോ അല്ലേ? അയ്യോ, അങ്ങനെ ഒരു ക്രൂരത ആര് ചെയ്താലും അയാളെ അറസ്റ്റ് ചെയ്യണം സാറേ. ഞങ്ങളുടെ കുടുംബം കാത്തിരിക്കുന്നതും അതാ. മിസ്റ്റർ ചന്ദ്രശേഖരൻ, എങ്കിൽ നമുക്ക് പോവാം. ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാ വന്നത്. എന്നെയോ? സർ, എനിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആരെ ഏർപ്പാടാക്കിയിട്ടില്ല. ഏട്ടാ, ഇത് അവളുടെ പണിയാ. ആ അഡ്വക്കേറ്റ് ആരതി വർമ്മയുടെ. അവളും ആ ഫിദ മാഡവും കൂടി ഇവരെ രക്ഷിക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്യുന്നതാ.